നമസ്കാരം കൂട്ടുകാരെ. ചെറുപ്പത്തിൽ തച്ചോളി അമ്പു എന്ന മലയാള സിനിമയിൽ ഒരു പാട്ടുണ്ടായിരുന്നു, നാദാപുരം പള്ളി എന്ന് പറഞ്ഞാൽ. ആ പാട്ട് ചെറുപ്പത്തിൽ കുറേ തവണ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ നാദാപുരം പള്ളി കാണാനൊരു അവസരം കിട്ടി. വടകര പോയതാണ്. ഏകദേശം വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 19 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 500 വർഷം പഴക്കമുള്ളൊരു പള്ളിയാണിത്. കാഴ്ചയിൽ തന്നെ വളരെ മനോഹരമായിട്ട് നമ്മളുടെ സാംസ്കാരികം, കേരളത്തിൻ്റെ ഒരു തനിമൊക്കെ നിലനിർത്തിക്കൊണ്ട് പണിതിട്ടുള്ളൊരു പള്ളിയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുളമുണ്ട്, പള്ളിക്കുളം. വളരെ മനോഹരമായിട്ട് പടവുകളൊക്കെ ചെയ്ത് നല്ല വൃത്തിയുള്ള കെട്ടുകളും മനോഹരമായ കെട്ടുകളും കൂടെ ഉള്ള ഒരു പള്ളിക്കുളം. ആളുകൾ വളരെ കുറവായിരുന്നു. ഞാൻ പോയന്ന് ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആളുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കങ്ങനെ ആ പള്ളിക്കുളം കാണാൻ പറ്റി. അതുപോലെ തന്നെ വെള്ളം കുറവാണ് കേട്ടോ. പക്ഷേ ആ കെട്ടുകളൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് പണിതിരിക്കുന്നത്. പണ്ട് കാലത്തൊരു ക്രിയേറ്റിവിറ്റിയാണ്. പള്ളിയുടെ ഒരു ഫ്രണ്ട് വ്യൂ തന്നെ ഒരു രാജകീയമായിട്ട് കൊട്ടാരം സ്റ്റൈലാണ്. കയറുന്ന എൻട്രൻസൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എൻട്രൻസ്, കോല് വെച്ചിട്ട് തള്ളി കയറുന്ന ഒരു സെറ്റപ്പ്. പിന്നെ സംഭാവനയ്ക്കുള്ള ഇപ്പോഴത്തെ പുതിയ സിസ്റ്റമായിട്ടുള്ള ബാങ്കിങ് ഉണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ കബറ്, പിന്നെ അകം പറയാതിരിക്കാൻ വയ്യ. അതിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ് ഫീൽ ചെയ്തത്. നല്ല പടുകൂറ്റൻ തൂണ്, സൈഡിലുള്ള മരം കൊണ്ടുള്ള വാതിലുകളൊക്കെ കറക്റ്റ് അലൈൻമെൻറ്റ്, വളരെ നീറ്റായിട്ട് പണിത വാതിലുകൾ. ഇന്നത്തെ കാലത്തൊന്നും ഇങ്ങനത്തെ പണിക്കാരെ കിട്ടുമെന്ന് സംശയമാണ്. അന്ന് അത്രയും വൃത്തിയോടുകൂടി ചെയ്തതാണ്. പള്ളീനെക്കുറിച്ച് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ വാസ്തുശില്പകലയുടെ സവിശേഷതകളാൽ വളരെ ശ്രദ്ധേയമായിട്ടാണ് ഈ പള്ളിയുള്ളത്. പള്ളി നിർമ്മിച്ചത് കണ്ണൂരിലെ മട്ടന്നൂർ സ്വദേശിയായ മൗലാന യാക്കൂബ് മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാം. പക്ഷേ പള്ളിയുടെ വ്യൂ എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കണ്ണിനൊരു കുളിർമ തന്നെ നൽകി. എന്തായാലും കാണാൻ അവസരം കിട്ടുന്നവരൊക്കെ വന്ന് കാണാം. താങ്ക് യു, ബൈ ബൈ.